ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. സ്വർണ്ണപ്പാളിയുടെ നിറം കൂട്ടാൻ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ കൊണ്ടുപോയത് വിവാദമായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നത്. വന്യജീവി നിയമ ഭേദഗതി ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഒരുപോലെ പിന്തുണച്ചു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയ വിവാദം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തോടൊപ്പം തന്നെ വലിയ തരത്തിൽ പ്രതിപക്ഷം ഏറ്റുപിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദവും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏകദേശം 42 കിലോഗ്രാം ഭാരമുള്ള സ്വർണ്ണപ്പാളി അതിന്റെ നിറം കൂട്ടുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ 38 കിലോയായി കുറഞ്ഞു എന്നുള്ളതാണ് പുതിയ വിവാദമായി മാറിയിരിക്കുന്നത്. 4 കിലോ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിവരം നിയമസഭയിൽ എത്തിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾക്ക് വഴിവെക്കാൻ തന്നെയാണ് നിയമസഭയിൽ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നതും. എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ശബരിമലയും സ്വർണ്ണപ്പാളി വിവാദവും വലിയ തരത്തിൽ പുറത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം ദ്വാരപാലക ശില്പത്തിന്റെ പുറം ചട്ടയ്ക്കാണ് മോടി കൂട്ടാൻ ഇവിടെ നിന്നും സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്. സാധാരണഗതിയിൽ ശബരിമലയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സ്വർണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യണമെന്ന്, അതായത് പൂജാതി കാര്യങ്ങൾ ഒഴികെ മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ചുമതലയുള്ള ശബരിമല സ്പെഷ്യൽ കമ്മീഷന്റെ അനുമതിയോടുകൂടിയും ഹൈക്കോടതിയുടെ അനുമതിയോടും കൂടി മാത്രമേ അത് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ അനുമതി തേടാതെ ശബരിമല കമ്മീഷന്റെ ഉപദേശം തേടാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഇത് പിന്നീട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചത്. കാരണം ഈ സ്വർണ്ണപ്പാളി നിറം കൂട്ടുന്നതിന് കൊണ്ടുപോയത് തന്നെ വലിയ സുരക്ഷയില്ലാതെ ഒരു വാഹനത്തിലാണ് കൊണ്ടുപോയത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ദേവസ്വം ബോർഡിന്. അതേസമയം കൃത്യമായ ഒരു മറുപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം സാധാരണഗതിയിൽ ശബരിമലയിൽ നടക്കുന്ന ഇത്തരം സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു കണക്ക് സൂക്ഷിക്കുന്ന പതിവുണ്ട്. ഇത് എത്ര കിലോ സ്വർണമാണെന്നോ അല്ലെങ്കിൽ എന്തുദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുപോകുന്നതെന്നോ ഉള്ളത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. അത്തരം കാര്യങ്ങളൊന്നും തന്നെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ ഒരു കുത്തഴിഞ്ഞ ഭരണ സംവിധാനമാണ് എന്ന് സമർത്ഥിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പ്രത്യേകിച്ചും ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് വലിയ തരത്തിൽ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരിക എന്നതും ഇതുവഴി പ്രതിപക്ഷം ലക്ഷ്യമിടുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും വലിയ തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം ഈ കഴിഞ്ഞ കുറെ നാളുകളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു വ്യക്തത ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ വന്നിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വിവാദവും വലിയ തരത്തിൽ തല ഉയർത്തിയിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത് സാധാരണഗതിയിൽ സ്വർണം പൂശുന്നതും സ്വർണം നൽകുന്നതും ഒക്കെ തന്നെ വിവിധ സ്പോൺസർമാരാണ്. ഈ സ്പോൺസർമാർ ഇത് ശബരിമലയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുമെല്ലാം തന്നെ ദേവസ്വം ബോർഡാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി വീണ്ടും സ്പോൺസറെ തന്നെ ഇതിന്റെ സ്വർണത്തിന് നിറം കൂട്ടാൻ കൊടുത്തതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇതുവരെയായും ദേവസ്വം ബോർഡ് അധികൃതർ കൃത്യമായൊരു മറുപടി നൽകിയിട്ടില്ല. അതേസമയം ദേവസ്വം ബോർഡിന്റെ ഈ രീതിയെ വലിയ തരത്തിലുള്ള വിമർശനമാണ് കോടതിയിൽ നിന്നുണ്ടായത്. എത്രയും വേഗം ആ സ്വർണ്ണപ്പാളികൾ തിരിച്ചു പിടിച്ച് ശബരിമലയിൽ കൊണ്ടുവരണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയെങ്കിലും പിന്നീട് അത് സ്വർണ്ണപ്പാളികൾ ഉരുക്കിയത് കൊണ്ട് അത് തിരിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി അന്ന് ഹൈക്കോടതി അറിയിച്ചു. എന്തായാലും നിലവിൽ എത്രയും വേഗം തന്നെ ഈ സ്വർണ്ണപ്പാളികളുടെ നിറം കൂട്ടിയതിനു ശേഷം സന്നിധാനത്തേക്ക് കൊണ്ടുവരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു കൊണ്ടുവരുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകൾ ശബരിമലയിലും ഒപ്പം പമ്പയിലും നിലയ്ക്കലുമൊക്കെ നടന്നിരുന്നു. എന്നാൽ UDF സർക്കാരിന്റെ സമയത്ത് 118 ഹെക്ടർ ഭൂമി നിലയ്ക്കലിൽ ഏറ്റെടുത്ത് അവരുടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഇതുവരെയായി പിന്നീട് ഇടത് സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണമായി നിയമസഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യത. കാരണം
ഈ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ശബരിമലയിൽ തീർത്ഥാടകർ തങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നിലയ്ക്കലിൽ വലിയൊരു ബേസ് ക്യാമ്പ് അല്ലെങ്കിൽ വലിയ ഇടത്താവളം സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നത്. അത്തരത്തിൽ ഒരു ഇടത്താവളം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏകദേശം 118 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുകയും പകരം ഭൂമി ഇടുക്കി കമ്പംപേട്ടിൽ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിലയ്ക്കൽ ഏറ്റെടുത്ത സ്ഥലത്ത് കേവലം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനല്ലാതെ തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനങ്ങളും ഒരുക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം. ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദമാണ് അവർ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതെങ്കിലും ആഗോള അയ്യപ്പ സംഗമവും ഒപ്പം ശബരിമല വികസനവും എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. പ്രത്യേകിച്ചും ശബരിമലയിൽ നാളെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് ശബരിമലയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കുക. എന്തുകൊണ്ട് ശബരിമല അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ ഒരു വ്യക്തമായ കാരണം ആളുകളുടെ മുമ്പിൽ കാണിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ അവരിപ്പോൾ തയ്യാറെടുക്കുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം പല രീതിയിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിപക്ഷം അവരുടെ ചാർട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെയൊക്കെ പറഞ്ഞിരുന്ന അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വേദി തന്നെ വലിയ തരത്തിൽ പ്രതിപക്ഷം ചർച്ചയാക്കുന്നുണ്ട്. കാരണം സാധാരണ ഭക്തർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സംഗമം സംഘടിപ്പിക്കുന്നതെങ്കിൽ സ്പോൺസർമാർ എന്ന പേരിൽ കുറെ ആളുകളെ എത്തിച്ചുകൊണ്ട് അവിടെ നടത്തുന്നത് ഈ AC അതായത് പൂർണ്ണമായും ശീതീകരിച്ച ഒരു പന്തൽ, അവിടെ 3000 പേർ ക്ഷണിതാക്കൾ. എന്നാൽ ആരൊക്കെയാണ് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്നതെന്നോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് പോലും ഇതുവരെ സർക്കാർ പുറത്തേക്ക് വിട്ടിട്ടില്ല. 3000-ലധികം ആളുകൾ ഇവിടെ പങ്കെടുക്കും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ആക്രമണത്തിനാണ് ഇപ്പോൾ പ്രതിപക്ഷം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം ശബരിമല വിഷയം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചാൽ മാത്രമേ പ്രതിപക്ഷത്തിന് നാളത്തെ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇത്തരം കാര്യങ്ങൾ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്ന വീഴ്ചകൾ, ഒപ്പം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യക്തമാകാത്ത സാഹചര്യം, സ്ത്രീ പ്രവേശനവുമായി അനുബന്ധിച്ച് എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാത്ത സാഹചര്യം, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് ഈ നിയമസഭയിൽ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരിക. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം ശക്തമായൊരു നീക്കം ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ നടത്തും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രതിപക്ഷം വോക്കൗട്ട് നടത്തുക. അപ്പോൾ കൃത്യമായും പ്രതിപക്ഷത്തിന് നാളത്തെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞ് പിന്മാറാൻ കഴിയും. അത്തരം ഒരു സാഹചര്യം കൂടി ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് തന്നെ ഈ വിഷയം നിയമസഭയിൽ എത്തിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. ശരി. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം സ്വർണ്ണപ്പാളിയുടെ നിറം കൂട്ടാൻ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ കൊണ്ടുപോയത് വിവാദമായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നത്. വന്യജീവി നിയമ ഭേദഗതി ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒരുപോലെ ബില്ലിനെ പിന്തുണച്ചു. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.